ജാക്ക് ഫീൽഡ് എഴുതിയ ചിക്കൻ സൂപ്പ് ഫോർ ദ സോൾ എന്ന പുസ്തകത്തിലെ അതിമനോഹരമായ ഒരു കഥ പറയുന്നുണ്ട്. ഒരു പുരാതന ബുദ്ധക്ഷേത്രം റോഡ് വികസനത്തിന്റെ ഭാഗമായി പൊളിച്ചു മാറ്റാൻ വേണ്ടി തീരുമാനിച്ചു. ആ ക്ഷേത്രത്തിനുള്ളിലെ ബുദ്ധന്റെ ഒരു കളിമൺ പ്രതിമ ഉണ്ടായിരുന്നു. വളരെ വലിയ പ്രതിമ ആയതിനാല് വാതിൽ കൂടി ആ പ്രതിമ പുറത്തേക്ക് എടുക്കാൻ സാധിക്കാതെ വന്നപ്പോൾ മേൽക്കൂര പൊളിച്ചു മാറ്റി ക്രെയിൻ ഉപയോഗിച്ച് പ്രതിമ പുറത്തെടുക്കുവാൻ വേണ്ടി ബുദ്ധ സന്യാസിമാർ തീരുമാനിച്ചു. പ്രതിമ ഇളക്കി മാറ്റാൻ ശ്രമിച്ചപ്പോൾ ഒരു വിള്ളലുണ്ടായതിനെ തുടർന്ന് അവർ ആ ശ്രമം പിറ്റേ ദിവസത്തേക്ക് മാറ്റിവെച്ചു. അന്ന് രാത്രി വലിയ മഴ പെയ്യുകയും പ്രതിമ നനയാതിരിക്കാൻ വേണ്ടി അവരെല്ലാവരും കൂടി വലിയൊരു ടാർപോളിൻ കൊണ്ടുവന്ന് മേൽക്കൂര മൂടാൻ ശ്രമിച്ചു. ആ സമയത്ത് സന്യാസിമാരിൽ ഒരാൾ ടോർച്ച് അടിച്ച് താഴേക്ക് നോക്കിയപ്പോൾ പ്രതിമയുടെ വിള്ളലിൽ കൂടി ഒരു സ്വർണ്ണ തിളക്കം കണ്ട് അത്ഭുതപ്പെട്ടു. പിറ്റേ ദിവസം രാവിലെ ഉളിയും ചുറ്റികയും കൊണ്ടുവന്ന് പ്രതിമ പൊട്ടിച്ചു നോക്കിയപ്പോൾ ആ മൺപ്രതിമയ്ക്കുള്ളിലെ 2.5 ടൺ ഭാരമുള്ള ഒരു സ്വർണ്ണ പ്രതിമ അവർ കണ്ടെത്തി. അതിപുരാതനമായ ഒരു ബുദ്ധക്ഷേത്രമായിരുന്നു അത്. ബർമ യുദ്ധകാലത്ത് പ്രതിമയെ സംരക്ഷിക്കാൻ വേണ്ടി ബുദ്ധ സന്യാസിമാരെല്ലാം ചേർന്ന് പ്രതിമയുടെ മുകളിൽ കളിമൺ തേച്ചതാണ്. യുദ്ധം കുറേ വർഷം നീണ്ടു നിന്നു. അവസാനം യുദ്ധം മാറി, കാലം മാറി, തലമുറകളും മാറി. സ്വർണ്ണ പ്രതിമയെ എല്ലാവരും വിസ്മരിച്ചു. അത് കളിമൺ പ്രതിമയായി തുടർന്നു. ഇതുപോലെ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും. സ്വർണ്ണ തിളക്കമുള്ള മനസ്സായിയാണ് ജനിക്കുന്നത്. പക്ഷേ കാലാന്തരത്തിൽ ആ സ്വർണ്ണ തിളക്കത്തിന് മങ്ങലേൽക്കുന്നു. പലതരത്തിലുള്ള കളിമണ്ണ് കൊണ്ട് നമ്മുടെ കഴിവുകളെ മൂടുന്നു. അവസാനം വിൽ പവറും കോൺഫിഡൻസും നഷ്ടപ്പെട്ട് നമ്മൾ ഉൾവലിയുന്നു. അതുകൊണ്ട് ആ കളിമണ്ണിനെ വെട്ടിപ്പൊളിക്കാൻ സമയമായി. നിങ്ങളുടെ സ്വർണ്ണ തിളക്കം ലോകം കാണട്ടെ. താങ്ക് യു.